ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വരവിനെ പറ്റിയുള്ള മുൻകൂട്ടിയുള്ള പ്രവചനമാണ്. അന്ധകാരത്തിലിരുന്ന ജനം ഒരു പുതിയ പ്രകാശം കണ്ടു. അന്ധകാരത്തിലിരുന്ന ജനം ഒരു പുതിയ പ്രകാശം കണ്ടു. പ്രിയ മക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മിൽ എവിടെയാണ് അന്ധകാരം കുടികൊള്ളുക? വേറെങ്ങുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ അവ്യക്തത, ഇനി എന്ത്, എങ്ങനെ എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ജ്ഞാനമില്ലാതെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, ഏത് എന്നൊന്നും വ്യക്തമായി അറിയില്ലാതെ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവുമില്ല. അങ്ങനെയുള്ള ഒരു തലമുറയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുകയില്ല. ഈ വചനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ മക്കളായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് നേടാം. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അയച്ച് കത്തിച്ചു കളയണമേ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുറവും കൂടാതെ നിറവുകളുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതാതെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.